ജീവിത സാഹചര്യം പലരും പല ടെൻഷനിലൂടെയും സ്ട്രെസ്സിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ള പ്രഷർ, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് 1-2 ദിവസം കൊണ്ട് സാധ്യമാകുമെന്നല്ല, പക്ഷേ ഒരു 1 മന്തെങ്കിലും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ ചെറിയൊരു ചേഞ്ചസ് നമ്മളിൽ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പലരും വർക്കിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ മിക്കവരും ഇപ്പോൾ അല്ലെങ്കിൽ വെറുതെ മൊബൈൽ നോക്കി കിടക്കുക, ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ വളരെ വൈകി ഉറങ്ങിയിട്ട് രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്നവരാണ് കൂടുതലും ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, വൈകിട്ട് രാത്രിയിൽ കുറച്ച് ഏർലിയറായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ കുറേ കൂടെ സമയം കിട്ടും. ഇപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് നമുക്ക് റെഡിയായിട്ട് പോകാനുള്ള ടൈം കിട്ടും, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കും. രാവിലെ നമ്മളുടെ ബ്രെയിനും വളരെയധികം ഫ്രഷ് ആയിരിക്കും. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ എടുത്ത് നോക്കും. അതിലെന്തൊക്കെ ന്യൂസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേഷൻ നടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും മൊബൈൽ എടുത്ത് നോക്കി കുറേ ടൈം അങ്ങനെ അങ്ങ് പോകും രാവിലെ തന്നെ. അതിന് പകരം നമ്മൾ എഴുന്നേറ്റ് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബ്രെയിനിന് അതായിരിക്കും കൂടുതൽ നല്ലത്, കുറച്ചും കൂടെ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതുപോലെ രാത്രിയിൽ കിടക്കുന്ന സമയത്തും കുറച്ച് നേരം ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് പോലെ, അതായത് ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എടുക്കുക, ഒരു 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ദീർഘമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ ദിവസേന ഒരു 5 പ്രാവശ്യമോ അല്ലെങ്കിൽ 3-5 പ്രാവശ്യം നമുക്ക് പറ്റുന്ന അത്രയും ചെയ്യുക. ആദ്യമൊക്കെ ഒരു 3 പ്രാവശ്യം ഒക്കെ ചെയ്യുന്ന മതിയായിരിക്കും. പതുക്കെ ഒരു 5 times 10 times ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ അങ്ങനെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 5 times രാവിലെ എഴുന്നേറ്റ് ബെഡിലിരുന്ന് തന്നെ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, നല്ലതായിരിക്കും. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇതുപോലെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് കൂടുതൽ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാനും കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടിരിക്കാനും മനസ്സ് കുറച്ച് കാം ആവാൻ സഹായിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 5 times ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ദേഷ്യം വരുമ്പോഴോ ഇറിറ്റേഷൻ വരുമ്പോഴോ നമ്മൾ ഒന്നും ചിന്തിക്കാതെ എടുത്തടിച്ച പോലെ ചിലപ്പോൾ മറുപടിയൊക്കെ കൊടുക്കും. ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മെൻ്റലി നമ്മളെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ ആ ഒരു സ്പേസ് വളരെ ചെറുതാണെങ്കിൽ പോലും അതെപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കും. ഇങ്ങനെ വലിച്ചു വാരി ഇടുമ്പോൾ അതും നമ്മളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ മനസ്സിന് മാനസികമായിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഒക്കെ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്സ് എന്ന് പറയുന്നത് പോലും നമ്മൾ എപ്പോഴും അതിനുവേണ്ടി പോലും താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം പലർക്കും ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കാം. അതിനുവേണ്ടി എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മനസ്സിൽ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ രാത്രിയിൽ ഈ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും 1 മണിക്കൂർ, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ആ ഒരു സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ദിവസം ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ 3 കാര്യങ്ങളിൽ ഞാൻ എന്തൊക്കെ 3 കാര്യങ്ങളിലാണ് താങ്ക്ഫുൾ ആയിട്ട് ഉള്ളത്, അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ ചെറുതാണെങ്കിൽ പോലും അതൊരു ഡയറിയിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഒരു 3 കാര്യങ്ങൾ ദിവസേന അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ നേട്ടത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യും. പലരും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആണ് ഫോക്കസ് ചെയ്ത് വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യാൻ ഇത് സഹായിക്കും. ദിവസേന ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ ആ ഒരു ചേഞ്ചസ് മനസ്സിലാകും. അതുപോലെ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട വരുന്ന അവസരങ്ങളിൽ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കുക. അത് സോഫ്റ്റായിട്ട് പറയുക, പക്ഷേ കൃത്യമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ഇന്നർ പീസിന് അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് നമ്മളെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അത്തരം ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഒരുപാട് നെഗറ്റീവ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ചോർന്നു പോകും. അത് നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ എനർജി ചോർന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ പീസിന് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് തന്നെ ഓൾറെഡി കുറേ വർക്ക് പ്രഷറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ടെൻഷനൊക്കെ കാണുമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫർമേഷൻ മറ്റുള്ളവർ തരുന്നതൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കഴിവതും മാറി നിൽക്കുക. നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരുമായിട്ട്
കൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ച് സമയം ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നന്നായിരിക്കും.